Stars. സലീജ്, ഇത് ഒന്നിനും പാടിക്കഴിഞ്ഞിട്ട് അത്ര പാടാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ആണോ? പക്ഷെ നന്നായിരുന്നു എന്നാണ് ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഫ്രം അവർ ജഡ്ജസ്. ചേച്ചി. സലീജിനെ ആദ്യം അഭിനന്ദിക്കേണ്ടത്, സലീജിന് പറ്റുന്നൊരു പാട്ട് സലീജ് സെലക്ട് ചെയ്ത് കൊണ്ടിരുന്നുള്ളതാണ് എപ്പോഴും. ഇതിനകത്തും വലുതായിട്ട് ലോ പോകുന്നില്ല. പാട്ട് അതിന് വേണ്ട ഒരുവിധം മാനേജ് ചെയ്യാൻ സലീജിന് സാധിച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് എനിക്ക് തോന്നിയത് പല്ലവിയൊക്കെ നല്ല ഇതായിട്ട് വന്നു. ചരണം സെക്കൻഡ് ചരണത്തിൻ്റെ മേലെ പോകുന്ന ലൈനൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊരു സ്ട്രെയിൻ തോന്നിയിരുന്നു വോയിസിന്. സെക്കൻഡ് ചരണത്തിൻ്റെ എൻഡ് മേലെ പോകുന്ന സ്ഥലം കുറച്ചൊരു കൺട്രോളിൽ പോകുന്ന പോലെ തോന്നിയിരുന്നു. ബാക്കി വേറെ വലുതായിട്ട് ശ്രുതി അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും തോന്നിയില്ല. നന്നായിട്ട് പാടി. ദീപകേട്ടാ. സലീജിൻ്റെ ഈ പാട്ടിൽ എനിക്കും ഓൾമോസ്റ്റ് സെയിം ഡിസിഷൻ തന്നെയാണ്. കാരണം പാട്ടിൽ കാര്യമായിട്ട് കടിച്ചാൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഉള്ള സാധനം നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ചെയ്തു. അത് നല്ലൊരു കാര്യം. ഈ പാട്ട് പ്രത്യേകിച്ച് എടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഹിന്ദി പാട്ട് മലയാളമൊന്നും എടുക്കാതെ ഹിന്ദി എടുക്കാൻ കാരണം എന്താണ്? യേശുദാസ് റൗണ്ട് എന്ന് പറയുമ്പോൾ സലീജ് എപ്പോഴും ഹിന്ദിയാണ് മലയാളത്തിനേക്കാൾ കംഫർട്ടബിൾ അല്ലേ? അത് ശരി. അല്ല, മലയാളം പക്ഷെ മുമ്പ് പാടിയിട്ടുണ്ടല്ലോ ഇവിടെ? പാടിയിട്ടുണ്ട്. മലയാളം പാടാൻ കുഴപ്പമൊന്നുമില്ല, സേഫ്റ്റി ഹിന്ദിയാണ്. ഓക്കെ, നോ പ്രോബ്ലം. ചെയ്തത് നന്നായിട്ട് തന്നെ പാടിയത്. പിന്നെ പിച്ചിങ്ങും ഈ സിതാര എന്നുള്ള വാക്കിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പിച്ചിങ്ങിൽ ആദ്യം. പിന്നെ സെക്കൻഡ് ചരണത്തിലും 2-3 സ്ഥലത്ത് പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് ഓവറോൾ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ തുടക്കം ഭയങ്കര ചാർജായിരുന്നു. അതിങ്ങനെ മുമ്പോട്ട് പോയി പാട്ടിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ഒരു ചാർജ് ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരേ എനർജി ഫുൾ സോങ്ങിലില്ല. അത് മാത്രം ഒന്ന് നോക്കുക. ചില കേസിലൊക്കെ നമുക്ക് വൈസ് വേഴ്സ വേണ്ടി വരും. പാട്ട് ആദ്യം അത്ര ചാർജില്ലെങ്കിൽ അവസാനമാകുമ്പോഴേക്കൊന്ന് മുറുകേണ്ട പാട്ടൊക്കെ ആണെങ്കിൽ ഈ എനർജി ഡ്രോപ്പ് അവിടെ ഹാം ചെയ്യും. അതുകൊണ്ട് ഒരേ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം ത്രൂ ഔട്ട് യുവർ സോങ്. ഓക്കെ, അതർവൈസ് ഐ തിങ്ക് നീറ്റായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ജാസേട്ടാ. സലീജിന് പിച്ചിങ് ഇച്ചിരി പ്രശ്നമായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് എൻ പോർഷനിലും ഫസ്റ്റ് പല്ലവിയിലൊക്കെ പിച്ചിങ് എത്തി. എന്താണ് പിച്ചിങ് എന്ന് വെച്ചാൽ പലയിടത്തും ഭയങ്കര ഔട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു പ്രശ്നമാണ് ഞാൻ ബേസിക്കായിട്ട് കാണുന്നത്. പിന്നെ സോങ് സാധാരണ ഒരു പാട്ട് അത് കറക്റ്റായിട്ട് പാടി എന്നാണ് എനിക്ക് കേട്ടിട്ട് എനിക്ക് ഫീലായിട്ടുള്ള കാര്യം. അപ്പോഴത്തേക്ക് കുഴപ്പമില്ല, കൊള്ളാം. താങ്ക് യു. ഓൾ റൈറ്റ്, ടൈം ഫോർ മാർക്സ്. ചേച്ചി, ഔട്ട് ഓഫ് 40? 30. 30 out of 40. Deepakata? 22. 22 out of 30. 20. 20 out of 30. സലീജിന് യേശുദാസ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 72 മാർക്സ്.